നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം തയ്യാറെടുക്കുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. വൈക്കം നിയമസഭാ മണ്ഡലം 2011 വൈക്കം നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കണക്കാക്കിയാൽ പോൾ ചെയ്ത വോട്ടുകൾ 1,21,265. വൈക്കം നിയമസഭാ മണ്ഡലത്തിലെ 2011 പോളിംഗ് ശതമാനം 79.15. ഈ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന 2011 വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കെ അജിത്താണ്. CPI കെ അജിത്തിന്റെ ഭൂരിപക്ഷം 10,568. 62,603 വോട്ടാണ് 2011 വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPI സ്വന്തമാക്കിയത്. ഇതോടൊപ്പം മത്സരിച്ച പ്രമുഖർ സനീഷ് കുമാർ 2011 നേടിയ വോട്ട് 52,035. BJP 4,512 വോട്ടും വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2011 സ്വന്തമാക്കിയിരുന്നു. ഈ മത്സരിച്ചവരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ CPI 51.62% വോട്ട് നേടിയപ്പോൾ 42.91% സനീഷ് കുമാറിന്റെ വോട്ട്. BJP 3.72% വോട്ടും സ്വന്തമാക്കി. വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും TP പ്രശാന്ത്. കായലും പുഴകളും തോടുകളും ഇടകലർന്ന മണ്ഡലമാണ് വൈക്കം. ഇവിടെ പരമ്പരാഗത കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളാണ് അധികവും ഉള്ളത്. ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ വൈക്കത്ത് സർക്കാരിനോട് പടവെട്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് ഇടതുപക്ഷ MLA കെ അജിത്ത്. എന്നാൽ മണ്ഡലത്തിൻ്റെ വികസനം മുരടിച്ചുവെന്നാണ് UDFിൻ്റെ പ്രചാരണം. വികസനത്തെക്കുറിച്ചുള്ള ഈ വാദഗതികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കത്ത് ഏതൊക്കെ തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? ആ ചിത്രം TP പ്രശാന്തിന്റെ റിപ്പോർട്ടായി. കോട്ടയം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് 1957 രൂപം കൊണ്ട വൈക്കം മണ്ഡലം 1977 സംവരണ മണ്ഡലമായത്. അതിനുശേഷം 1991 ഒരിക്കൽ മാത്രം വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. കാർഷിക മേഖലയെയും പരമ്പരാഗത തൊഴിൽ മേഖലയെയും ആശ്രയിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വൈക്കം മണ്ഡലം തങ്ങളുടെ ഇളകാത്ത ഉരുക്കുകോട്ടയാണെന്നാണ് LDFിന്റെ അവകാശവാദം. പ്രതികൂല കാലാവസ്ഥക്കിടയിലും മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനായതിന്റെ സംതൃപ്തിയിലാണ് വൈക്കത്തിന്റെ ജനപ്രതിനിധിയായ കെ അജിത്ത്. ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വിഷയങ്ങൾ, വൈക്കത്ത് ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന് വന്നു. വൈക്കത്ത് കരിയാർ സ്പിൽവേ എന്ന് പറയുന്ന കാർഷിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. വൈക്കത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആരംഭിച്ച തലയാഴം കുടിവെള്ള പദ്ധതി ഇന്ന് ഈ 9 പഞ്ചായത്തുകളിൽ ഒരു മുനിസിപ്പാലിറ്റിയിലും കുടിവെള്ളം പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളൂർ റെയിൽവേ പാലത്തിന് സമാന്തരമായി പാലം വേണമെന്നത് ചെറുകര എന്ന പ്രദേശവും വെള്ളൂർ തമ്മിൽ ബന്ധിക്കുന്നത്. ആ പ്രദേശത്ത് ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പുതിയതായി ആരംഭിക്കണമെന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ എൻ്റെയും ചേർത്തല MLAയുടെയും അടൂർ MLAയുടെയും MLA ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അതിൻ്റെ പ്രാഥമിക പഠനങ്ങൾ നടത്തിയത്. തലവലപ്പറമ്പിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തലവലപ്പറമ്പിൽ തന്നെ BOT അടിസ്ഥാനത്തിൽ 14 കോടി രൂപയുടെ ഒരു ആധുനിക ബസ് സ്റ്റാൻഡ് സമുച്ചയം വളരെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്ക് പുറമെ UP ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ബസ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹൈടെക് ആശുപത്രി, കാർഷിക മേഖലയിൽ നിറവ് പദ്ധതി, ഉദയനാപുരത്ത് കേരള ഗ്രാമം, ഇറിഗേഷൻ മേഖലയിൽ കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി 181 കോടി രൂപയുടെ തണ്ണീർമുക്കം ബണ്ട് നിർമ്മാണം, കരിയാർ സ്പിൽവേ, വൈക്കം കോടതി സമുച്ചയം, പട്ടികജാതി സ്വയം പര്യാപ്ത ഗ്രാമവികസനം, തീരമേഖലയിലെ റോഡ് നിർമ്മാണ പദ്ധതികൾ എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളാണ് MLA കൂടിയായ കെ അജിത്ത് ഉയർത്തിക്കാട്ടുന്നത്. ഗതാഗത പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടതിന് വേണ്ടി വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു ഹൈസ്പീഡ് ബോട്ട് സർവീസ് ആരംഭിക്കണമെന്ന ഒരു നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് നിരുത്സാഹപ്പെടുത്തി അതിൽ സഹായം ചെയ്തു തന്നില്ല. എന്നാൽ സമീപ മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈക്കം വികസന കാര്യങ്ങളിൽ ഏറെ പിന്നിലാണെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. വൈക്കം എന്ന് പറയുന്നത് വളരെ വികസന സാധ്യതകളുള്ള ഈ കേരളത്തിലെ തന്നെ നല്ല നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷേ കാർഷിക മേഖലയിലായാലും പൊതുമരാമത്ത് രംഗത്തായാലും ടൂറിസം രംഗത്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലായാലും ഒരു ചലനവും ഇക്കാലമത്രമേ ആയിട്ടും വൈക്കത്ത് നടന്നിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിൽ വൈക്കത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായും തകർന്നടിഞ്ഞു. ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് ജനങ്ങൾ. സമ്പദ് വ്യവസ്ഥയുടെ ഒരു അടിത്തറ നാളികേരമായിരുന്നു. നാളികേരത്തിന്റെ വില തകർച്ച കൃഷിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇടനൽകി. നാളികേരത്തിന്റെ ബൈ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. അതാണ് ഒന്നിൽ പ്രധാനപ്പെട്ടത് കയർ. അപ്പൊ നാളികേരത്തിന്റെ തകർച്ച കൊണ്ട് തന്നെ ഈ 2 മേഖലയിലും പിന്നെ മറ്റൊന്ന് നെൽകൃഷിയായിരുന്നു. അത് കേരളത്തിൽ പരക്കെ തകർന്ന പോലെ
വൈക്കത്തും നെൽകൃഷി തകർന്നു. പിന്നെ തീരപ്രദേശത്ത് ഒരുപാടുള്ള സ്ഥലമാണ് വൈക്കം. അവിടുത്തെ മത്സ്യസമ്പത്തിൻ്റെ പോക്ക്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ അത്തരത്തിലുള്ള ഒരു ദരിദ്ര കാലാവസ്ഥയിലേക്ക് തള്ളി വീഴ്ച. പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്ന കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. 20,000 കയർ തൊഴിലാളികൾ ഉണ്ടായിരുന്ന വൈക്കത്ത് ഇപ്പോഴുള്ളത് 5,000 പേർ മാത്രം. ചകിരിയുടെ ലഭ്യത കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ യാതൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. മത്സ്യമേഖലയിലും സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ് തൊഴിലാളികൾ നേരിടുന്നത്. പരമ്പരാഗത മേഖലയിലെയും കാർഷിക മേഖലയിലെയും പ്രതിസന്ധിയാണ് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലെ പ്രധാന ചർച്ച. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ സൃഷ്ടിച്ചതാണ് ഈ പ്രതിസന്ധിയെന്ന് ഇടതുപക്ഷം കണക്കുകൾ നിരത്തി പറയുമ്പോൾ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മറച്ചുവെച്ചുകൊണ്ട് പരമ്പരാഗത മേഖലയിലെ ട്രേഡ് യൂണിയനുകളെ കുറ്റപ്പെടുത്തി പഴിചാരി രക്ഷപ്പെടാനാണ് UDFിൻ്റെ ശ്രമം. നെല്ലും പതിരും തിരിച്ചറിയുന്ന വൈക്കത്തെ ജനങ്ങൾ ഇനി എങ്ങനെ പ്രതികരിക്കും? ഇത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. വികസനത്തിന്റെ അവകാശവാദങ്ങൾ വളരെ സജീവമായി വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ ചർച്ചയാകുമ്പോൾ പോയകാല തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം 2011 ശേഷം വൈക്കം നിയമസഭാ മണ്ഡലം ഏതു തരത്തിലായിരുന്നു ചിന്തിച്ചിരുന്നത്? TP പ്രശാന്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ഇടതുമുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തുമാണ് നൽകിയിട്ടുള്ളത്. സംഘടനാപരമായ തർക്കങ്ങളും കെട്ടുറപ്പില്ലായ്മയും UDFിൻ്റെ പതനത്തിന് വൈക്കം മണ്ഡലത്തിൽ കാരണമായി. ഈ കാലഘട്ടത്തിൽ ജാതിമത ശക്തികളുടെ വേരറുത്തുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാവ് P കൃഷ്ണപിള്ളയുടെയും നാട് സാംസ്കാരിക കേരളത്തിന് പുതിയ സന്ദേശവും നൽകി. ഈ കണക്കുകൾ, പോയകാല കണക്കുകൾ വരുംകാല തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? വൈക്കംകാർ കണക്ക് കൂട്ടുന്നത് ആ കണക്കുകളിലായിരിക്കും. ഈഴവ സമുദായത്തിൽപ്പെട്ടവരിൽ ഏറിയ പങ്കും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടനാപരമായ സവിശേഷതയാണ് വൈക്കത്തുള്ളത്. അതിൽ ഭിന്നിപ്പുണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കൊയ്യാം എന്ന തന്ത്രമാണ് SNDP BJP കൂട്ടുകെട്ടിന്റെ സമത്വ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ആവിഷ്കരിച്ചത്. വൈക്കം മണ്ഡലത്തെ BJP സംഘപരിവാര സംഘടനകൾ തങ്ങളുടെ പരീക്ഷണശാലയെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു. മറുഭാഗത്ത് BJPയെയോ SNDPയെയോ കടന്നാക്രമിക്കാതെ മൃദു സമീപനം പാലിച്ച് സംസ്ഥാന ഭരണത്തിന്റെ സർവ്വ ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തി UDF ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. ഇതൊക്കെ ഇടതുപക്ഷം വൈക്കത്ത് തകരുമെന്ന ഒരു പ്രതീതിയാണ് സൃഷ്ടിച്ചത്. അതിനിടയിൽ സമചിത്തതയോടെ നിലപാടുകൾ എടുക്കുകയും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും ആത്മവിശ്വാസം കൈമുതലാക്കിയും മുന്നോട്ടുപോയ LDFന് അമ്പരിപ്പിക്കുന്ന വിജയം നേടാനായി. വൈക്കം മുനിസിപ്പാലിറ്റിയിലും ചെമ്പ് ഗ്രാമപഞ്ചായത്തിലും ഭരണം തിരിച്ചുപിടിച്ചു. ഉദയനാപുരം, തലയാഴം, വെച്ചൂർ, വെള്ളൂർ, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ലഭിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ എതിരാളികളില്ലാതെ ഭരണം നിലനിർത്തി. മണ്ഡലത്തിൽ ഉൾപ്പെട്ട തലയാഴം, വൈക്കം, വെള്ളൂർ എന്നീ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മികച്ച വിജയമാണ് LDF നേടിയത്. LDFിനുണ്ടായിട്ടുള്ള ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വ്യത്യാസത്തിന് പുറകിൽ പോയതിന് ശേഷമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ മറ്റൊരുപാട് ജനവിരുദ്ധമായിട്ടുള്ള നയം അതുപോലുള്ള കാര്യങ്ങളെല്ലാം UDFിനെ നല്ല നിലയിൽ ഈ മണ്ഡലത്തിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ പാരമ്പര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം തൊട്ട് അതിപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. കല്ലറ, ടിവിപുരം, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് UDFിന് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തിൽ UDFിന് 2000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത് നഷ്ടമായി. 10,000-ലധികം വോട്ടിൻ്റെ ലീഡ് LDF തിരിച്ചുപിടിച്ചു. കോൺഗ്രസിൻ്റെ സംഘടനാതലത്തിലെ വീഴ്ചകളാണ് പരാജയത്തിന് കാരണമെന്ന് UDF വിലയിരുത്തുന്നു. UDF പിന്നോട്ട് പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനകത്തെ ചില കുഴപ്പങ്ങൾ, പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് അധികാരത്തിലിരുന്ന പഞ്ചായത്തുകളിൽ ഉണ്ടായ തൊഴുത്തിൽ കുത്തുകളൊക്കെ ഞങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനുള്ള പരീക്ഷണ കേന്ദ്രമായിട്ടാണ് വൈക്കം മണ്ഡലത്തെ SNDP BJP സഖ്യം കണ്ടത്. അവർ രൂപപ്പെടുത്തിയ സമത്വ മുന്നണിയോട് കേരളത്തിന്റെ പ്രക്ഷുബ്ധമായ മതേതര മനസ്സിനൊപ്പം ചേർന്ന് വൈക്കത്തെ വോട്ടർമാരും പ്രതികരിച്ചു. SNDP BJP സഖ്യത്തിന് നേരെ ജനം പുറംതിരിഞ്ഞതോടെ സമത്വ മുന്നണിക്ക് അടിതെറ്റി പിൻവാങ്ങേണ്ടി വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംഘടനാ രംഗങ്ങളിലെ പാളിച്ചകളെല്ലാം തന്നെ മാറ്റി UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ നിന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് അവർ. രാഷ്ട്രീയ പ്രബുദ്ധരുടെ നാടായ വൈക്കം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. പാലക്കാട് കോങ്ങാട് നിയമസഭാ മണ്ഡലം 2011 വോട്ട് രേഖപ്പെടുത്തിയവരുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,13,483. പോളിംഗ് ശതമാനം 73.02.
73% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിയായത് KV വിജയദാസ് ആണ്. CPIM. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 3565. 52,920 വോട്ടുകൾ 2011 കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPIM സ്വന്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മത്സരിച്ച മറ്റു പ്രമുഖരെ കണക്കാക്കുകയാണെങ്കിൽ V സ്വാമിനാഥൻ 49,355 വോട്ട് നേടിയപ്പോൾ 8,467 വോട്ടായിരുന്നു BJP 2011 കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയത്. വോട്ടിംഗ് ശതമാനം പ്രമുഖരുടെ കണക്കാക്കിയാൽ KV വിജയദാസ് 46.63% വോട്ട് നേടി. അതോടൊപ്പം തന്നെ V സ്വാമിനാഥൻ 43.49%. 7.46% V ദേവയാനി BJPക്കായി സ്വന്തമാക്കിയത്. കണക്കുകൾ 2011 കണക്കുകളിൽ നിന്ന് 2016 വരുമ്പോൾ പാലക്കാട്ടെ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ അതിന്റെ വികസനം തന്നെയാണ് ആ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുന്നത്. AK ലതീഷിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ നിലവിൽ വന്ന മണ്ഡലമാണ് കോങ്ങാട്. നല്ലപോലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായതിന്റെ ആത്മവിശ്വാസവുമായാണ് LDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ MLA പരാജയപ്പെട്ടെന്ന വിമർശനമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വികസനത്തിന്റെ ചിത്രം, അതോടൊപ്പം തന്നെ അവകാശവാദവും വിമർശനവും പാലക്കാട് കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക? അതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായി കോങ്ങാടിനെ കാത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളടങ്ങുന്ന നിയമസഭാ മണ്ഡലമാണ് കോങ്ങാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ നിലവിൽ വന്നു. മുമ്പുണ്ടായിരുന്ന ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളാണ് കൂടുതലും കോങ്ങാടിൽ വരുന്നത്. തീർത്തും ഗ്രാമീണ കാർഷിക മേഖല. നെല്ലും റബ്ബറുമാണ് പ്രധാന കൃഷി. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളും കോങ്ങാട് മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. അതിൽ പ്രധാനമാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെയാണ് പ്രധാന നേട്ടമായി MLA വിജയദാസ് ഉയർത്തിക്കാട്ടുന്നത്. SSLC വിജയശതമാനം ഉയർത്താൻ ആരംഭിച്ച വിദ്യാവികാസ് വികസന പദ്ധതി വലിയ മുന്നേറ്റം സൃഷ്ടിച്ചു. സർക്കാർ കോളേജില്ലെന്ന മണ്ഡലത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായി പത്തിരിപ്പാലയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിച്ചു. 1 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. മണ്ഡലത്തിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കുമായി 2,44 ലക്ഷം രൂപ അനുവദിച്ചു. സ്കൂൾ ബസ്സുകൾക്ക് മാത്രം ചെലവഴിച്ചത് 76 ലക്ഷം രൂപ. നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കേര ഗ്രാമ പദ്ധതിക്ക് കോങ്ങാട് മങ്കര പഞ്ചായത്തുകൾക്ക് 1 കോടി രൂപ നീക്കിവെച്ചു. മണ്ണൂർ പറളി പഞ്ചായത്തുകളിലെ പട്ടികജാതി കോളനികളുടെ നവീകരണത്തിനായി 1 കോടി രൂപ നൽകി. 65 ലക്ഷം രൂപ ചെലവിട്ട് തൃപ്പലമുണ്ട കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി. എന്നിവ 5 വർഷത്തെ നേട്ടങ്ങളുടെ പട്ടികയിൽ വിജയദാസ് എടുത്തു പറയുന്നവയാണ്. കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖല, റോഡുകൾ, പാലങ്ങൾ, അംഗൻവാടികൾ, പട്ടികജാതി പട്ടികവർഗ വികസന മേഖല, ഈ മേഖലയിലെല്ലാം കുറേ അധികം വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 5 ഏക്കർ ഭൂമി സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത് അവിടെ കോളേജ് സ്ഥാപിച്ചു. ആ കോളേജ് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോങ്ങാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിസ്മരണീയമായ നേട്ടം തന്നെയാണ്. MLAയുടെ അവകാശവാദം പാടെ തള്ളുകയാണ് UDF. മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ജനപ്രതിനിധിക്കായില്ലെന്നാണ് പ്രധാന വിമർശനം. റോഡ് വികസനവും മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അതേപടി നിലനിൽക്കുന്നു. ആരോഗ്യരംഗത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും UDF വിമർശിക്കുന്നു. അങ്ങനെ അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മലയോര കുടിയേറ്റ മേഖലയിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ, കുടിയേറ്റ കാർഷിക മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങളാണ്. അവരുടെ പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ട്. അവരെ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏത് സമയത്തും കുടിയിറക്കുന്നതിനും അവരുടെ ജീവിതോപാധി ഏത് സമയത്തും തകിടം മറിയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതിനൊന്നൊരു പരിഹാരമുണ്ടാക്കുന്നതിന് ജനാധിപത്യപരമായ രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പലപ്പോഴും ഉയർന്നു പ്രവർത്തിക്കാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നിയമസമാജികൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതി വളരെ വ്യാപകമായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ അതേപടി നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂടുമെന്ന് ഉറപ്പാണ്.
മണ്ഡലത്തിൽ ആദ്യ 5 വർഷം MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പരമാവധി വോട്ടർമാരിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. വികസനം നടന്നില്ലെന്ന വിമർശനവുമായി UDFും രംഗത്തുണ്ട്. കോങ്ങാട് മണ്ഡലത്തിലെവിടെയും MLAയുടെ വികസന കയ്യൊപ്പ് കാണാമെന്നാണ് LDFിന്റെ പ്രചരണം. വികസന നേട്ടങ്ങൾക്ക് പുറമെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളും LDF പ്രചരണായുധമാക്കും. എന്നാൽ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥയും UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമാവും UDFിന്റെ പ്രചരണായുധം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന് ജനങ്ങൾ തൂത്തെറിയുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. അതോടൊപ്പം തന്നെ വക്കം പുരുഷോത്തമന്റെ ഭാഗത്ത് നിന്ന് KPCCയോടൊരു ചോദ്യമുണ്ടായി. 2011 പരാജയത്തെക്കുറിച്ച് പഠിച്ച വക്കം കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ എന്തുകൊണ്ട് KPCCക്ക് കഴിയുന്നില്ല? KPCCക്ക് ഭയമാണോ എന്ന്. വക്കത്തിന്റെ ഈ ചോദ്യം നിലനിൽക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി KPCC എക്സിക്യൂട്ടീവ് മുന്നോട്ട് പോകുന്നതും. നാളത്തെ ഇത്തരത്തിലുള്ള പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും സജീവമാക്കുമ്പോൾ നാളെയുടെ വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.